അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, നമ്മൾ ഈ ജേഗസ്റ്റിന്റെ വേദിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ കുത്തി നോവിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ചിലപ്പോൾ ലക്ഷ്യങ്ങളാകാം, പ്രതീക്ഷകളാകാം, മറ്റെന്തെങ്കിലും ആകാം. ഇവിടെ ഈ ജേഗസ്റ്റിന്റെ വേദിയിൽ ഇങ്ങനെ ഓരോരുത്തരും ഓരോ പരിപാടികൾ ഇങ്ങനെ മനോഹരമായി അവതരിപ്പിക്കുന്ന സമയത്ത് ഇതിലെ ചിലരുടെയും മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും, എനിക്ക് ഓനെ പോലെ ഒന്നും പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ പഠിച്ചോൻ ഓനെ പോലെ ഒന്നും ഇന്ന ആക്കിയില്ലല്ലോ നമ്മൾ കരുതൂലേ. എന്നാ ഓലോടിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കുക, നിങ്ങൾ അതിനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ടോ? നമ്മൾ ആദ്യം മാറ്റേണ്ടത് ഇതൊന്നും എനിക്ക് പറ്റില്ല, ഇതൊന്നും എനിക്ക് പറഞ്ഞ കാര്യമല്ല എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിനെയാണ്. പ്രശസ്ത ഫിലോസഫർ വില്യം ജെയിംസ് പറയുന്നത്, ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ മൈൻഡ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റി മറയ്ക്കാൻ കഴിയും. ഞാനൊരു ചെറിയ സ്റ്റോറിയിലൂടെ തുടങ്ങാം. അമേരിക്കയിലെ ഒരു ഉൾഗ്രാമത്തിലുള്ള ഒരു കുട്ടി തന്റെ സ്കൂളിൽ നിന്ന് വരികയാണ്. അവന്റെ കയ്യിൽ ഒരു കത്തും ഉണ്ട്. ആ കത്ത് തന്റെ അമ്മക്കായി നീട്ടിക്കൊണ്ട് ആ കുട്ടി പറയുകയാണ്, അമ്മേ, ഇത് ടീച്ചർ അമ്മക്കായി നൽകാൻ പറഞ്ഞതാണ്. അങ്ങനെ അമ്മ ആ കത്ത് വായിച്ചു നോക്കുകയാണ്. എന്നാൽ ആ കത്ത് വായിച്ച അമ്മയുടെ ആ നിരാശമായ മുഖം കണ്ട് ആ കുട്ടി ആ അമ്മയോടായി ചോദിക്കുകയാണ്, അമ്മേ, എന്താണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നതെന്ന്. എന്നാൽ അമ്മ ഒരു ചെറിയ പുഞ്ചിരി വിടർത്തിക്കൊണ്ട് ആ കത്ത് ഉറക്കെ വായിച്ചു കേൾപ്പിക്കുകയാണ്. നിങ്ങളുടെ മകൻ അസാധാരണമായ ഒരു ബുദ്ധിയുള്ള കുട്ടിയാണ്. അവനെ പഠിപ്പിക്കാനുള്ള സൗകര്യം നമ്മുടെ ഈ കൊച്ചു സ്കൂളിനില്ല. അതുകൊണ്ട് ഇനി മുതൽ അവനെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുകയായിരിക്കും നല്ലതെന്ന്. അങ്ങനെ ആ കുട്ടി വീട്ടിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുകയാണ്. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. പിന്നീട് ലോകം അറിയപ്പെടുന്ന നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി ആ കുട്ടി മാറുകയാണ്. ആ കുട്ടിയുടെ പേരാണ് തോമസ് ആൽവാ എഡിസൺ എന്നുള്ളത്. എന്നാൽ എഡിസന്റെ കരിയറിലും ഒരുപാട് തോൽവികൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് ഒരിക്കൽ അദ്ദേഹം തന്റെ വീട്ടിലെ വൃത്തിയാക്കുന്ന സമയത്ത് മുമ്പ് അമ്മക്ക് ടീച്ചർ കൊടുത്ത ആ കത്ത് ലഭിക്കുകയാണ്. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ മകൻ തീരെ ബുദ്ധിയില്ലാത്ത കുട്ടിയാണ്, അവനെ നമ്മുടെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇനി മുതൽ അവൻ സ്കൂളിലേക്ക് വരണ്ട എന്നായിരുന്നു. അവന്റെ അമ്മ കൊടുത്ത ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരുന്നു ടീച്ചർ ബുദ്ധിയില്ലെന്ന് വിധിക്കപ്പെട്ട ആ കുട്ടിയിൽ നിന്നും ഒരു വലിയ ശാസ്ത്രജ്ഞനെ ഉണർത്തിയത്. ഇവിടെ നിന്നാണ് നമ്മൾ തോമസ് ആൽവാ എഡിസണിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത്. എഡിസന്റെ കരിയറിലും ഒരുപാട് പരാജയങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പരാജയങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് 10,000 ways that do not work. ഞാൻ ഒരിക്കലും തോറ്റുപോയിട്ടില്ല, ഞാൻ ഒരിക്കലും വർക്കാവാത്ത 10,000 വഴികൾ കണ്ടെത്തുകയാണ് ചെയ്തത്. അവിടെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടത്. നമ്മൾ രണ്ടാമതായി മാറ്റേണ്ട കാര്യം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ സിംഹത്തെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. സിംഹമല്ല കാട്ടിലെ ഏറ്റവും വേഗതയുള്ള ജീവി, അത് ചീറ്റപ്പുലിയാണ്. കാട്ടിലെ ഏറ്റവും വലിയ ജീവിയും സിംഹമല്ല, ആനയാണ്. കാട്ടിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവിയും സിംഹമല്ല, കാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ ജീവിയും സിംഹമല്ല. എന്നിട്ടും കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്നത് സിംഹമാണ്. ഈ പറഞ്ഞ മറ്റു ജീവികളെല്ലാം സിംഹത്തെ കണ്ടാൽ വിരണ്ടോടും. എന്തുകൊണ്ട്? ആറ്റിറ്റ്യൂഡ്. സിംഹത്തിന്റെ മനോഭാവമാണ് അവനെ ശക്തനാക്കുന്നത്. അവന്റെ മനസ്സിൽ അവനാണ് ഏറ്റവും ശക്തനായ ജീവി. സിംഹം ഒരിക്കലും നോക്കുന്നത് തന്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളിലേക്കല്ല, അവന്റെ ഉയരത്തിലേക്കല്ല, അവന്റെ ശരീരത്തിലേക്കല്ല, ലക്ഷ്യത്തിലേക്ക് മാത്രമാണ്. ഇതൊന്നും നമുക്ക് ട്രാക്ക് മാറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുനോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രയത്നിക്കുന്ന സമയത്ത് നമുക്ക് പല വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരിക്കാം. പല മോശമായ സാഹചര്യങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയെന്ന് വെക്കാം. പലരും നമ്മളെ ഇതൊന്നും ഞങ്ങൾക്ക് പറ്റുന്ന കാര്യമല്ല, ഇതൊന്നും ചെയ്യൂ പറ്റൂല, അതൊന്നും കഴിയൂല എന്ന് പറഞ്ഞ് പലരും നമ്മളെ തളർത്താൻ നോക്കിയേക്കാം. പക്ഷേ നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ ലക്ഷ്യമാണ്. നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ടോ ആ ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. മൂന്നാമതായി നമുക്ക് വേണ്ട കാര്യം സെൽഫ് കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസം. അതിനു മുമ്പ് നിങ്ങളോടായി ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്.
നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ളതാണ്. ഈ ഒരു ചിന്ത നമ്മളിൽ ഉള്ളപ്പോഴൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ തുടങ്ങുന്നു. നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ഇഷ്ടങ്ങളിലും ആഗ്രഹങ്ങളിലും വിശ്വസിച്ച് നമ്മുടെ കഴിവുകളിൽ തന്നെ ഒരു വിശ്വാസം വേണം. എങ്കിലേ മറ്റുള്ളവർ, നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളിൽ വിശ്വസിക്കുകയുള്ളൂ. നമ്മൾ ഈ ദാൽമാരിഫിന്റെ അങ്കണത്തിൽ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു സേഫ് സോൺ ആണ്. ഇതിന്റെ പുറത്ത്, ഈ കോമ്പൗണ്ടിന്റെ അപ്പുറത്ത് നമ്മൾ പോയാൽ നമ്മുടെ ഒരു ലോകത്തെ തന്നെ നേരിടേണ്ടി വരും. ഇവിടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ഒരുപാട് ഉസ്താദുമാരുണ്ട്. നമുക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കാൻ നമ്മുടെ രക്ഷിതാക്കളുണ്ട്, പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. എന്നാൽ ഈ കോമ്പൗണ്ടിന്റെ അപ്പുറത്ത് പോയാൽ നിങ്ങൾക്കൊരു ലോകത്തെ നേരിടേണ്ടി വരും. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്, നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടുത്തേണ്ടത്, നമ്മുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തോൽവികൾ സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ ആ തോൽവികളൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കാണ് നോക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.